ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 26 ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പ്രാക്ടീസ് മാജിക്കലി ട്രാൻസ്ഫോം യുവർ മിസ്റ്റേക്ക് ഇൻടു ബ്ലെസ്സിങ് എന്നാണ്. ചെറിയ കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. ഈ മിസ്റ്റേക്കിൽ നിന്നാണ് അവർ പുതിയ പല കാര്യങ്ങളും പഠിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടാകും. കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ പോലെ തന്നെ മുതിർന്നവരും ചെറിയ ചെറിയ തെറ്റുകൾ വരുത്തുമ്പോൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തരുത്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ക്ഷമിക്കാറില്ലേ? അതുപോലെ നമ്മുടെ തെറ്റുകളും നമ്മളോട് തന്നെ ക്ഷമിക്കുക. മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ചില്ല എങ്കിൽ ആ വേദനകൾ അനുഭവിച്ചത് നമുക്കൊരു പ്രയോജനമില്ലാതെയായി മാറും. തെറ്റ് പറ്റാത്തവരായിട്ട് ആരും തന്നെയില്ല. എന്നാൽ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക. ഈ പാഠങ്ങളാണ് നമ്മുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പറ്റുന്ന തെറ്റുകളെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അല്ലേ? അത് മാറ്റിയെടുത്തേ പറ്റൂ. അപ്പോൾ അതിനുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസ്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റ്, അത് റിലേഷൻഷിപ്പിലാവാം, ബിസിനസ്സിലാവാം, എന്താണെങ്കിലും നമുക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റ് അതിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാനാണെന്ന ബോധ്യം വരുത്തുക. എന്നിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതിനുശേഷം നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, അതായത് നാം അതിൽ നിന്ന് കണ്ട 10 നന്മകൾ നമ്മുടെ മാജിക് നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾക്ക് ഉണ്ടാകും, അത് നിങ്ങൾ ഓർത്തെടുക്കുക. ആ നന്മകൾ അക്കമിട്ടിട്ട് എഴുതുക. അതിന് നന്ദി പറയുക. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു എന്ന് വെക്കുക. അതിന് നമ്മളെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് 10 നല്ല കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് നന്ദി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിച്ചു. ഞാൻ അദ്ദേഹത്തിന് അതുകൊണ്ട് നന്ദി പറയുന്നു. ഇപ്പോൾ എന്നെ പിടിച്ചതുകൊണ്ട് ഈ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനാണ്. പിടിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഈ തെറ്റ് ആവർത്തിച്ചേനെ. ഞാൻ സ്പീഡിൽ വാഹനം ഓടിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ മൂലം അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? അപ്പോൾ ആ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ പോലീസുകാരൻ എന്നെ അതിൽ നിന്ന് തടയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ പോലീസുകാരന് നന്ദി പറയുന്നു. ഇനി ഒരിക്കലും ഇതുപോലെ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഞാൻ പിടിക്കപ്പെടുമെന്ന ചിന്ത എനിക്ക് ഉണ്ടാക്കി തന്നത് അദ്ദേഹം മൂലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ 10 നന്മകൾ കണ്ടെത്തിയിട്ട് നന്ദി പറയുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. ബൈ.